ഈസ്റ്റ് കോസ്റ്റ് ഏരിയയിലെ പ്രധാന വരുമാന മാർഗമാണ് കരിമ്പന. ഇവിടുത്തെ മനുഷ്യരുടെ പ്രധാന വരുമാന മാർഗം, ഇവിടുത്തെ സ്പെഷ്യൽ എന്നും പറയുന്നതും അതാണ്, കരിമ്പന. അതായത് പനനൊങ്ക്. നമ്മൾ തെങ്കാശിയിലൊക്കെ വരുമ്പോൾ ധാരാളം വാങ്ങിക്കഴിക്കുന്ന സാധനമാണല്ലോ പനനൊങ്ക്. അതിവിടുത്തെ വലിയൊരു വ്യവസായ മാർഗമാണ്, അല്ലെ കൃഷി മാർഗമാണ്, അവരുടെ വരുമാന മാർഗമാണ്. അതാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതുപോലെ തന്നെ പതനി, അത് ഈ കരിമ്പനയിൽ നിന്ന് കിട്ടുന്ന തെങ്ങിൻ കള്ള് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള ഒരു പനം കള്ളാണ് പതനി. അതും നമുക്ക് തെങ്കാശി ഏരിയയിലോട്ടൊക്കെ പോയാൽ കിട്ടും. പക്ഷേ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെയാണ്. കുടിൽ വ്യവസായവും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അതാണ് ശരിക്കും ഇവിടെ. ഒരു കരിമ്പന തോട്ടത്തിൽ ഒരു കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുടില്, അതായത് കരിമ്പനയുടെ ഇല കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു കുടില്. ആ കുടിലിലാണ് ഇവർ പതനി കാച്ചി കരിപ്പട്ടി ഉണ്ടാക്കുന്നത്. കരിപ്പട്ടി നിർമ്മാണത്തിൽ ഫസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഈസ്റ്റ് കോസ്റ്റ് ഏരിയ. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വ്യവസായ വരുമാന മാർഗമാണ് ഈ കരിപ്പട്ടി വ്യവസായം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പതനി അവരെടുത്തതിന് ശേഷം ദിവസവും പോയി കളക്ട് ചെയ്തെടുക്കും തെങ്ങിൻ്റെ പനയുടെ മുകളിൽ നിന്ന്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വാറ്റിയാണ്, വഴറ്റിയെടുത്താണ് ഈ കരിപ്പട്ടികൾ ഉണ്ടാക്കുന്നത്. ഈ കരിപ്പട്ടികൾ ഓരോന്നും ഉണ്ടാക്കാൻ വേണ്ടി അവർ ഓരോ ചിരട്ടകളാണ് ഉപയോഗിക്കുന്നത്. ഈ ചിരട്ടയിൽ ഈ വഴറ്റിയെടുത്ത കരിപ്പട്ടി, ഈ പതനി വരട്ടിയെടുത്ത ആ ചാറ് ഈ ചിരട്ടയ്ക്കകത്ത് ഒഴിക്കും. ചിരട്ടയ്ക്കകത്ത് ഒഴിച്ച് ഒരു ദിവസം അവർ വെച്ച് കഴിയുമ്പോൾ അത് ഉറഞ്ഞ് സെറ്റായി നല്ല ആകൃതിയിലുള്ള, ചിരട്ടയുടെയൊക്കെ ആകൃതിയിലുള്ള കരിപ്പട്ടിയായി മാറും. ഇത് ഇവർ ചെറിയ ചെറിയ ഈ കരിമ്പനയുടെ ഇല കൊണ്ട് തന്നെ നിർമ്മിച്ച ഒരു കൂടയുണ്ട്, അതിലേ അവർ വിൽക്കത്തുള്ളൂ. അതിലൊക്കെ വെച്ച് വിൽക്കാൻ വേണ്ടി വെക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ്. അത് മാത്രമല്ല, ആ ഒരു കരിമ്പനയിൽ നിന്ന് കിട്ടിയ കരിപ്പട്ടി എന്നുള്ള ഒരർത്ഥത്തിൽ അവർ ആ കൂടകളിൽ നിറച്ച് ഈ ഈസ്റ്റ് കോസ്റ്റ് ഏരിയയിലും ഏത് കടകളുടെ മുമ്പിലായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ചെറിയ ചെറിയ കുടിലുകളുടെ മുമ്പിലും കാണാൻ കഴിയും. ഇവിടുത്തെ ശരിക്കുമുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടലിന് അടുത്തായിട്ട് കരിമ്പന തോട്ടങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ കരിമ്പന തോട്ടങ്ങളും ഇങ്ങനെ ഓരോ ആ പനയുടെ ഇതുണ്ടല്ലോ, ഇലയുടെ തണ്ടുണ്ടല്ലോ, ആ തണ്ടുകൾ ഉണക്കി അടുക്കി അടുക്കി ആണ് ചുറ്റും ഓരോ മതിലുകളാക്കി വെച്ചിരിക്കുകയാണ്. ആ മതിലുകൾ കൊണ്ട് തീർത്ത ഓരോ സ്ക്വയർ ആയിട്ടുള്ള കരിമ്പന തോട്ടം. ആ കരിമ്പന തോട്ടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100-150 കരിമ്പനകളോളം കാണും. കൂടെ ഒരു 2-3 കുടിലും കാണും. ഈ കുടിലിലാണ് ഇവർ വന്ന് താമസിച്ച്, ഇവരുടെയൊക്കെ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ദൂരെയുള്ളതാണ്. പക്ഷേ അവർ ഈ കുടിലുകളിൽ വന്ന് താമസിച്ച് ദിവസങ്ങളോളം ഇവിടെ താമസിച്ച് ഈ പതനി മുഴുവൻ കളക്ട് ചെയ്തെടുത്ത് അത് വാറ്റി വഴറ്റിയെടുത്താണ് അവർ കരിപ്പട്ടി ഉണ്ടാക്കുന്നത്. അവരുടെ സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഇവിടെ കറണ്ടില്ല, അവരുടെ കുടിലിൽ കറണ്ടുകളോ അങ്ങനെയുള്ള ഒന്നുമില്ല. അവരതെല്ലാം എന്താ പറയുക, അവരത് എല്ലാം വകവയ്ക്കാതെ ഈ കടലിൽ നിന്ന് കിട്ടുന്ന മീനും അതുപോലുള്ള മീനൊക്കെ എടുത്ത് അവർ കറി വെച്ച് അങ്ങനെ ഇവിടെ തൊട്ടടുത്തു നിന്ന് തന്നെ അരിയൊക്കെ വാങ്ങി ഇവിടെ തന്നെ വെളിയിലാണ്, അടുക്കള പോലും അവർക്കില്ല. അതായത് കുടിലിനകത്തുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. വീടിൻ്റെ വെളിയിൽ തന്നെ അവർ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. ഇടയ്ക്കൊക്കെ കുട്ടികൾ വെളിയിൽ അവിടെ ഗ്രാമങ്ങളിൽ പോയി പഠിക്കാനൊക്കെ പോകും. പക്ഷേ അവരുടെ ശരിക്കുമുള്ള തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിപ്പട്ടി ആയതുകൊണ്ട് തന്നെ കുടുംബങ്ങളായിട്ട് വന്നിട്ട് ഇവിടെ താമസിച്ച് കരിപ്പട്ടി നിർമ്മിക്കുകയാണ്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കരിമ്പനകളിൽ കയറുന്ന ആളുകൾ എന്ന് പറഞ്ഞില്ലേ, ഇവിടുത്തെ ഗ്രാമത്തിലെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അവർ വളരെയധികം സ്നേഹമുള്ള ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരാദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്നത് കരിപ്പട്ടിക്കാപ്പി വേണമെന്ന്. കാരണം ഇവരുടെ എല്ലാം വീടുകളിൽ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്, ചിരട്ടകളിൽ ഇങ്ങനെ കരിപ്പട്ടി ശർക്കരകൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മളെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് വെളിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അവരുടെ അധ്വാനത്തിൻ്റെ പകുതിയെ അവർക്ക് കിട്ടത്തുള്ളൂ. അവർ നല്ലപോലെ അധ്വാനിച്ചാണ് ഈ കരിപ്പട്ടി ഉണ്ടാക്കുന്നത്. കാരണം ഈ വലിയൊരു ആഴിയിലാണ് ഇവർ ഈ കരിപ്പട്ടിയുടെ ഈ പതനി ചൂടാക്കി വഴറ്റിയെടുക്കുന്നത്. അപ്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീക്കകത്താണ് ഇവർ ശരിക്കും പറഞ്ഞ തീക്കകത്ത് വെന്താണ് ഇവർ ഈ പതനി ഇങ്ങനെ വഴറ്റി കരിപ്പട്ടി പോലെ ആക്കുന്നത്. അപ്പം അതുപോലെ അവർ കഷ്ടപ്പെട്ടാണ് ഓരോ കരിപ്പട്ടിയും ഉണ്ടാക്കുന്നത്. കരിപ്പട്ടി ശർക്കര ഓരോന്നും ആക്കി
തീർക്കുന്നതിൽ അവർക്ക് ഭയങ്കര കഠിനാധ്വാനമുണ്ട്. അപ്പോൾ നമ്മളൊക്കെ വരുമ്പോൾ ഇവരാദ്യം ചോദിക്കുന്നത് കരിപ്പട്ടി കാപ്പി എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ കരിപ്പട്ടി കാപ്പി അവരെടുത്തു കഴിയുമ്പോൾ അതിനും വളരെ രുചിയാണ്. അപ്പോഴാണ് നമ്മളുടെ കണ്ണിൽ പെടുന്നത് ഈ ഓരോ ചിരട്ടയുടെ ആകൃതിയിലുള്ള കരിപ്പട്ടി ശർക്കര. അപ്പം നമ്മൾ ചോദിക്കും ഇതെന്താണ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അവർ പറയും ഞങ്ങളുടെ ഒരു വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഈ കാണുന്ന കരിപ്പട്ടി ശർക്കര. അപ്പം ഞങ്ങൾ ഇതെല്ലാം പെറുക്കിയെടുത്ത് ഓരോ കൂടയ്ക്കകത്താക്കി ഞങ്ങൾ കടകളിൽ കൊണ്ട് കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര രൂപ കിട്ടും. അപ്പോൾ അവരുടെ മനസ്സ് ഒരു വളരെയധികം വിഷമത്തോടു കൂടിയാണ് പറയുന്നത് ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു പകുതി വിലയെ കിട്ടുകയുള്ളൂ. ഇപ്പോൾ വിപണിയിൽ ഒരു 500 രൂപയാണെങ്കിൽ അവർക്കൊരു 250 രൂപയെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഒരു വിഷമത്തോടെയാണ് അവർ നമ്മളോട് മറുപടി പറയുന്നത്. പക്ഷേ നമ്മൾ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക, ഇവരിത്രയും കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ ഇവരുടെ ജീവിത രീതികളും ഒക്കെ പറയും. ഞങ്ങൾ ഒരുപാട് ദൂരെയുള്ള ഗ്രാമങ്ങളിൽ നിന്ന് വന്ന് ഹസ്ബൻഡും വൈഫും കുട്ടികളും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ട് താമസിച്ച് ദിവസങ്ങളോളം പനയിൽ കയറുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇവർ ഓരോ ദിവസവും പതിനി എടുക്കുന്നത്. ആ പതിനി എടുത്ത് കാച്ചി അത് ഒരു കരിപ്പട്ടി ശർക്കരയാക്കുന്ന ആ പ്രോസസ്സ് അവർ വിശദീകരിച്ച് തരും. അപ്പോൾ തന്നെ നമുക്ക് എന്താ തോന്നുക, എന്നാൽ ശരി ഞങ്ങൾ ഒരു 10ഓ 20ഓ കരിപ്പട്ടി ശർക്കര ഞങ്ങൾ എടുത്തോളാം. അവരുടെ മനസ്സിലെ ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മാഭിമാനം എന്ന് പറഞ്ഞ് തോന്നത്തില്ല. നമുക്കൊരു സന്തോഷമാണ്, നമുക്കും ഒരു സന്തോഷം മനസ്സിനുള്ളിൽ വരും. അപ്പോഴെന്താണ് അവർക്കൊരു തുച്ഛമായ പൈസ അവർ പറയും 500 അല്ലെങ്കിൽ 1000 അത്ര കൊടുത്താലും നമുക്ക് നഷ്ടമില്ല. അപ്പോൾ നമ്മൾ കടയിൽ ചെന്ന് ചോദിക്കുമ്പോൾ 1 കിലോയ്ക്ക് 1000 രൂപ എന്നൊക്കെ പറയും. അതേ ക്വാണ്ടിറ്റി അവർ നമുക്കൊരു 250 രൂപയ്ക്ക് തരും. അപ്പം നമ്മളെന്താണ് അവർക്കൊരു 100 രൂപയും കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുക്കും. കാരണം അവരുടെ കഷ്ടപ്പാടിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണമല്ലോ. അങ്ങനെ